നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക, അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ ഇതേ സൈസാണ് പപ്പായ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വേവാൻ പാകത്തിനുള്ള വെള്ളം. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, ഹാഫ് വേവിൽ അതിനെ വേവിച്ചെടുക്കുക. അപ്പം നമ്മളുടെ പപ്പായ ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓഫാക്കുക. ഇനി ഇതിലെ വെള്ളം കളഞ്ഞിട്ട് നമുക്കിത് ഈ പപ്പായനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് പഞ്ചസാര നല്ലോണം ഇതിൽ ഡിസോൾവ് ചെയ്യിക്കുക. അങ്ങനെ നമ്മളുടെ ഷുഗർ ഫുള്ളായിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളുടെ ഈ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളുടെ ഷുഗർ സിറപ്പ് ഇങ്ങനെ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് നല്ല ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഈ വേവിച്ചിട്ടുള്ള പപ്പായനെ 3 പാത്രത്തിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് കളറിങ് ആണ്. ഇവിടെ ഞാൻ ഗ്രീനും റെഡും യെല്ലോ ആണ് എടുക്കുന്നത് കളേഴ്സ്. അപ്പോൾ ആദ്യം ഞാൻ ഗ്രീൻ ആഡ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ യെല്ലോ ആണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ റെഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്നും അല്ലാതെ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഇതൊരു 6-7 മണിക്കൂർ ഇതേപോലെ തന്നെ വെക്കുക. ഞാൻ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നോക്കാം. അങ്ങനെ നമ്മളുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് കാരണം നമുക്ക് വളരെ വിശ്വാസത്തോടു കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഫലൂഡ, ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങളിലാണ് ഇത് നമ്മൾ മെയിനായിട്ടിട്ട് കേക്കിലൊക്കെ ഇടും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും.